സ്വാഗതം ഇൻസൈറ്റിലേക്ക്. എല്ലാ വർഷവും SSLC പരീക്ഷാഫലം വരികയും +1 പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നതിന് തൊട്ടു പുറകെ ഉണ്ടാകാറുള്ള ഒരു പ്രശ്നമാണ് +1-ന് ആവശ്യത്തിന് സീറ്റ് ലഭ്യമാകാത്ത സ്ഥിതി. അത് പ്രത്യേകിച്ച് മലബാറിലെ ജില്ലകളിലാണ് അതുണ്ടാവുക. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലാണ് മിക്കവാറും ഈ പ്രശ്നം ഉണ്ടാവാറ്. ഏറ്റവും ആദ്യം സർക്കാർ സീറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് എന്ന് പറയുകയും ആപ്ലിക്കേഷൻസിൻ്റെ കണക്ക്, അപേക്ഷകരുടെ എണ്ണം, വേക്കൻ്റായ സീറ്റുകളുടെ എണ്ണം, ഈ കണക്കൊക്കെ പലവട്ടം ആവർത്തിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവസാനം ഒരു ബാച്ചിൽ തന്നെ കൂടുതൽ സീറ്റ് അനുവദിക്കും, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് കുറേ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും. അങ്ങനെ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് പതിവ്. കഴിഞ്ഞ വർഷവും നമ്മളത് കണ്ടു. ഇത്തവണ SSLC പരീക്ഷാഫലം വരാൻ പോകുന്നു. +1 പ്രവേശനം ജൂൺ പകുതിയോടുകൂടെ പൂർത്തിയാക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്തവണത്തെ സിനാരിയോ എന്തായിരിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ കണക്കുകളും ഈ പ്രവേശനത്തിലെ അനിശ്ചിതത്വവും നൂലാമാലകളും സർക്കാരിൻ്റെ അവകാശവാദവും പരാതികളും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ബഷീറാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബഷീർ, ഇത്തവണ ഇപ്പോൾ കഴിഞ്ഞ വർഷം 314 താൽക്കാലിക ബാച്ചോ മറ്റോ അനുവദിച്ചിട്ടാണ് ആ പ്രശ്നം. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ പ്രശ്നം ഒരു പരിധിവരെ പാലക്കാട് ജില്ലയിലും പ്രശ്നം പരിഹരിച്ചത്. സീറ്റ് എണ്ണം കുറവായിരുന്നു എന്നുള്ള പരാതി വലിയ തോതിലുണ്ടാവുകയും വലിയ വിമർശനങ്ങൾ ഉയരുകയും ദീർഘനാളത്തെ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിനു ശേഷമാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. ഇത്തവണ ഈ ഇത്തരം അനിശ്ചിതത്വമൊക്കെ ആവർത്തിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് സ്വാഭാവികമായും തുടരും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. ഇതിൽ നമ്മൾ ഈ എണ്ണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെ ഒരു സാമൂഹിക സാഹചര്യം കൂടെ കണക്കിലെടുക്കണമെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, ഇന്ന് കേരളീയ സമൂഹം സ്വാഭാവികമായും +2 ഒരു അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ് സർവത്ര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് 12ാം ക്ലാസ് വരെ മാറിയിട്ടുണ്ട്. അങ്ങനെ പൊതുസമൂഹം അതിലേക്ക് മാറി. അങ്ങനെ മാറുന്ന സമയത്ത് ശരിക്കും അത് തുടങ്ങേണ്ടിയിരുന്നത് സർക്കാരായിരുന്നു. പ്രത്യേകിച്ചും ഈ സാർവത്രിക വിദ്യാഭ്യാസത്തെ വലിയൊരു അംഗീകാരമായി ആഘോഷിക്കുന്ന ഒരു സംവിധാനങ്ങളുള്ള നാട്ടിൽ അങ്ങനെ തന്നെയാണ്. അതിൽ സർക്കാരിന് നല്ല പങ്കുണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരികയും അതിനുവേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നത് സർക്കാർ നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഈ ഡാറ്റയിലെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്നൊരു നിമിഷം രൂപപ്പെടുന്നതല്ല. കാരണം ഒരു 10 വർഷം മുമ്പെങ്കിലും ഇപ്പോഴുള്ള +1-ലേക്ക് എത്ര കുട്ടികൾ വരും എന്നതിൻ്റെ ഒരു ഏകദേശ ഡാറ്റ സർക്കാരിന് കണ്ടെത്താൻ കഴിയും. കാരണം 1ാം ക്ലാസ് ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം നോക്കിയാൽ മതി. സർക്കാരിൻ്റെ 10 വർഷം കഴിയുമ്പോൾ എത്ര പേര് 10ാം ക്ലാസ് പാസ്സാവും. അതിൽ അൺഎയ്ഡഡ് സ്കൂളിലേത് ഉൾപ്പെടെ സർക്കാരിൻ്റെ കയ്യിൽ ഡാറ്റ അവൈലബിൾ ആണ്. ഈ CBSE സ്കൂളിൻ്റേത് പോലും UDAIS മറ്റുമായിട്ട് BRC വഴി സർക്കാർ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റ എല്ലാം സർക്കാരിൻ്റെ കയ്യിൽ നേരത്തെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് വരാവുന്ന സെനാരിയോ എന്താണ് എന്നത് തീർച്ചയായിട്ടും സർക്കാരിനറിയാം. അങ്ങനെ വരുമ്പോൾ അത് വെച്ചുകൊണ്ട് പിന്നെ ഉണ്ടാകാവുന്ന ചെറിയ എണ്ണത്തിൽ മാറ്റം, വിദേശത്തു നിന്ന് വരുന്ന കുട്ടികൾ, പുറത്തേക്ക് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഗസ് ചെയ്യാവുന്ന ചെറിയ വ്യത്യാസം മാത്രമായിരിക്കും ഈ ഫൈനൽ ഡാറ്റയിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, വിദ്യാർത്ഥികളും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ കുട്ടികൾക്ക് സീറ്റ് ആവശ്യത്തിന് മതിയാകുന്നില്ല, ലഭിക്കുന്നില്ല എന്ന ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. സർക്കാർ കണക്കുകൾ നിരത്തി അത്തരം പ്രശ്നങ്ങളില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് അവസാനം ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുന്നവർക്കായിരിക്കണം സർക്കാർ അവസാന സമയത്ത് ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നത്. അത് ഈ വർഷവും സർക്കാർ പറയുന്നത് കഴിഞ്ഞ വർഷം അനുവദിച്ചിരുന്ന അഡീഷണൽ ബാച്ചുകളെ നിലനിർത്തും, പുതിയ ബാച്ചുകളെ കൊണ്ടുവരേണ്ടതില്ല എന്നാണ്. നമ്മുടെ ഈ ടോട്ടൽ ഫിഗേഴ്സിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ ഈ വർഷം വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഈ കഴിഞ്ഞ വർഷത്തെ സ്ഥിതി നിലനിർത്തും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് കഴിഞ്ഞ വർഷം ഒരു ബാച്ചിൽ തന്നെ കൂടുതൽ സീറ്റുകൾ അനുവദിച്ചിരുന്നു. താൽക്കാലിക ബാച്ചുകളായിട്ട് 314 ബാച്ച് ചില ജില്ലകളിൽ, ഇപ്പോൾ മലപ്പുറം, കാസർഗോഡ് പോലുള്ള ജില്ലകളിലായിട്ട് അനുവദിച്ചിരുന്നു. ഈ 2 സിനാരിയോയും ഈ വർഷവും നിലനിർത്തുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്ഥിതി തുടരുമെന്ന് പറയുന്നതിൽ നമ്മൾ സ്വാഭാവികമായി അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇനി അഡ്മിഷൻ ഡാറ്റ അലോട്ട്മെൻറ്റ് ഡാറ്റയും അതിൻ്റെ പ്രോസ്പെക്റ്റസ് വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കൃത്യമാകും. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ, ഇങ്ങനെ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ വെച്ച് അതിലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് കൂടെ നമ്മൾ പോകണം തോന്നുന്നു. അതാണ് വരാൻ പോകുന്നത്. കാരണം നമുക്കിപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിരിക്കുന്നത് പല വർഷത്തെ ഡാറ്റ നമ്മുടെ മുമ്പിൽ. പക്ഷേ നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാൻ പറ്റുന്നതും ഈ വർഷം അഡ്മിഷന് ശ്രമിക്കാനിടയുള്ള കുട്ടികളുടെ എണ്ണവുമായിട്ട് കുറച്ചുകൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതും തൊട്ടുപോയ വർഷത്തെ ഡാറ്റ ആയിരിക്കും.
തൊട്ടു പോയ വർഷം എങ്ങനെയായിരുന്നു ഈ +1 ബാച്ചുകളുടെ എണ്ണം? സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലുണ്ടായിരുന്ന ബാച്ചുകളുടെ എണ്ണം എത്രയായിരുന്നു? അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് തന്നെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ആകെ 4,33,471 സീറ്റുകൾ ഹയർ സെക്കൻഡറിക്ക് അവൈലബിൾ ആണ്. അതിൽ 1,83,610 സീറ്റുകൾ സർക്കാർ മേഖലയിലും 1,94,875 സീറ്റുകൾ എയ്ഡഡ് മേഖലയിലും 54,986 സീറ്റുകൾ അൺഎയ്ഡഡ് സ്പെഷ്യൽ സ്കൂൾ, ടെക്നിക്കൽ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള കാറ്റഗറിയിലുമായിട്ടാണ് ആണുള്ളത്. അപ്പോൾ ഈ എണ്ണത്തെ ആകെ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചുകളുടെ ലിസ്റ്റ് കൂടെ ഈ ഡാറ്റയുടെ കൂടെ സർക്കാർ പുറത്തുവിടുന്നുണ്ട്. അതനുസരിച്ച് 7,220 ബാച്ചുകളാണ് ആകെ ഉള്ളത് സംസ്ഥാനത്ത് മൊത്തത്തിലുള്ളത്. എല്ലാ ഇതും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ സയൻസ്, ഹ്യൂമാനിറ്റീസ് എല്ലാം. അതെ. ഈ 3 മേഖലയിൽ കൂടിയായി ആകെ 7,220 ബാച്ചുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമ്മൾ ചെറിയൊരു കാൽക്കുലേഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇതിലെ ചില പ്രശ്നങ്ങളിലേക്ക്, അഥവാ കുട്ടികൾക്ക് സീറ്റ് കിട്ടുന്നു കിട്ടാതിരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണേണ്ട ചില കൺക്ലൂഷനുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് അപ്പോഴായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ 7,220 ബാച്ചുകൾ 4,33,471 സീറ്റുകളിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ ശരാശരി 60 കുട്ടികൾ വരുന്നുണ്ടാവും. ഈ 60 കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐഡിയൽ സ്ട്രെങ്ത് ഒരു ക്ലാസ്സിൽ 35 വേണം, 40 വേണം എന്നൊക്കെയുള്ള ഡിബേറ്റുകൾ നടക്കുന്ന കാലത്ത് എല്ലാവരും അതിനെ അംഗീകരിക്കുന്നൊരു കാലത്താണ് നമ്മുടെ ഹയർ സെക്കൻഡറികളിൽ സർക്കാർ നിശ്ചയിച്ച എണ്ണം തന്നെ 50 ഈ പരമാവധി കുട്ടികളുടെ എണ്ണം 50 സർക്കാർ ഐഡിയൽ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന 50 ഹയർ സെക്കൻഡറികളിൽ നിലവിൽ 50. അതിൽ തന്നെ കൂടുതലാണ് നിലവിലുള്ള എണ്ണം എന്നർത്ഥം. ഇതിൽ തന്നെ നമ്മൾ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിലേക്ക് പോകുമ്പോൾ 1,83,610 സീറ്റുകളുണ്ട് എന്നാണ് കഴിഞ്ഞ വർഷത്തെ ഡാറ്റയായി വെബ്സൈറ്റിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നത്. അതിന് 2,820 ബാച്ചുകളാണ് ഹയർ സെക്കൻഡറിയിൽ സർക്കാർ സ്കൂളുകളിലുള്ളത്. അങ്ങനെ വരുമ്പോൾ 65 കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ വരും എന്നതാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എയ്ഡഡ് സ്കൂളുകളിൽ അതുപോലെ 1,94,875 സീറ്റുകളുണ്ട്, 3,299 ബാച്ചുകളുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ 59.07 കുട്ടികൾ വരും. പിന്നെ അൺഎയ്ഡഡ് മേഖലയിൽ പക്ഷേ 50 കുട്ടികൾ തന്നെയാണ് വരിക. അവിടെ ഈ മാർജിനൽ സീറ്റ് വർധന പോലെയുള്ള കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ ഈ കുട്ടികളെ തിക്കി നിറച്ച് പഠിപ്പിക്കുക എന്ന് വരുമ്പോൾ അത് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഓരോ പഠനത്തിൻ്റെ ഒരു എഫിക്കസിയിലേക്കും അതുമായി ബന്ധപ്പെട്ട് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കൂടെ നമ്മൾ ഈ ഒരു എണ്ണം വെച്ച് പോകുമ്പോൾ കുട്ടികൾക്ക് സീറ്റ് ഉണ്ട് എന്ന് വരികയാണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ശരിക്കും സർക്കാർ നേരത്തെ അറിയാം ഇത്തരം കുട്ടികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പുതിയ തസ്തികകൾ ഉണ്ടാക്കുന്നതിലെ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും ഇതൊരു താൽക്കാലിക പ്രശ്നമാണെന്നാണ് സ്ഥിരമായി സർക്കാർ പറയാറുള്ളത്. അഥവാ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം പുതിയ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള എൻറോൾമെൻ്റൊക്കെ എണ്ണം കുറവാണ്. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിനെ മറികടക്കാൻ പറ്റുമെന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് സർക്കാരിനെ സംബന്ധിച്ച് താൽക്കാലിക പ്രതിസന്ധിയാണെങ്കിലും ലൈഫ് ടൈമിൽ ഒരു തവണ ഒരു കുട്ടി ഹയർ സെക്കൻഡറി പഠിക്കുന്നത്, ആ കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഓരോ കുട്ടിയെയും പ്രധാനമായി കാണുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ലൈഫ് ടൈമിൽ ഒരു ഹയർ സെക്കൻഡറിയിൽ ആണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് എന്നൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യമാണ് ചോദിച്ചത്. ഇപ്പോൾ ബഷീർ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് സർക്കാർ മേഖലയിലുള്ള ബാച്ചുകളുടെ എണ്ണം, അതിലെ സീറ്റുകളുടെ എണ്ണം, അത് നമ്മൾ നോക്കുമ്പോൾ ശരാശരി ഒരു ക്ലാസ്സിൽ 65 കുട്ടികൾ വരും എന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ കേരളത്തിലെ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഉള്ള സിനാരിയോ എന്താ? എല്ലാ ജില്ലകളിലും ഇത്രയും ബാച്ചുകളിലൊക്കെ ഇത്രയും കുട്ടികളുടെ എണ്ണം വരുന്നുണ്ടോ? അതോ ഇത് ചില ജില്ലകളുടെ മാത്രം പ്രശ്നം? ഇപ്പോൾ ഈ സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചില ജില്ലകളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. എന്നുവെച്ചാൽ അവിടെ കൂടുതൽ ആളുകളുണ്ട്, ജനസാന്ദ്രത കൂടുതലുണ്ട്, കൂടുതൽ കുട്ടികൾ പഠിക്കാനുണ്ട്, അപ്പോൾ അവർക്ക് സൗകര്യമില്ല. ആ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ എന്താ പറയുക, ഒരു ബാച്ചിൽ ഒരു കൂടുതൽ കുട്ടികൾ 65 കുട്ടികളൊക്കെ വരുന്നത് ഈ പറയുന്ന ജില്ലകളിൽ തന്നെയാണോ? അല്ല, നമ്മൾ ജില്ല തിരിച്ച് നോക്കുമ്പോഴും ഈ ഒരു ഡിസ്പാരിറ്റി കാണാൻ പറ്റും. ഈ ഡിസ്പാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളതിനെ കേവലം റീജിയണൽ ഡിസ്പാരിറ്റി എന്നതിൽ മാത്രം കാണേണ്ടതില്ല. അത് ആ കുട്ടികളുടെ ഭാവിയെയും അവരുടെ തുടർ വിദ്യാഭ്യാസത്തെയും അത് തലമുറകളെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതുകൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ കണക്കുകളിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്മളിപ്പോൾ ഈ ഡാറ്റ, നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന ഡാറ്റ മെറിറ്റ് സീറ്റുകളെ മാത്രം വെച്ചുകൊണ്ടാണ്. ജില്ലാതല മെറിറ്റ് സീറ്റുകളുടെ അവൈലബിലിറ്റി സർക്കാർ അതിൽ കൊടുക്കുന്നുണ്ട്.
ഓരോ ജില്ലയിലെയും സർക്കാർ എയ്ഡഡ് മേഖലയിൽ നമ്മൾ ഈ കണക്കുകളിൽ നിന്നെല്ലാം അൺഎയ്ഡഡ് മേഖലയെ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുകയാണ്. കാരണം അത് ഫീസ് കൊടുത്തോ മറ്റൊക്കെ പഠിക്കേണ്ടതായതുകൊണ്ട് പ്രിഫറൻസ് എടുത്ത് പോകുന്ന ആളുകളുള്ള ഒരു മേഖലയായിട്ട് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടാതെ വരുമ്പോൾ ആശ്രയിക്കുന്ന ആളുകളുള്ള ഒരു അതിന് മേഖല പ്രിഫർ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ സൗജന്യമായ വിദ്യാഭ്യാസം എന്നൊരു സങ്കല്പത്തിലാണല്ലോ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം പോകുന്നത്. നിലക്ക് നമ്മൾ സർക്കാർ സംവിധാനത്തോടെ പഠിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മാത്രം ഡാറ്റയാണ് എടുക്കുന്നത്. അതിൽ തന്നെ മെറിറ്റ് സീറ്റുകളുടെ നമ്മൾ അലോട്ട്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി വരുന്ന മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് പരിഗണിക്കുന്നത്, ഇൻക്ലൂഡിങ് സ്പോർട്സ്. അഥവാ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ടകളെ നമ്മൾ ഈ കണക്കിലേക്ക് ഉൾപ്പെടുത്താതെയാണ് ഈ പറയുന്ന ഒരു കാൽക്കുലേഷൻസ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ തിരുവനന്തപുരത്ത് നമുക്ക് 26,644 സീറ്റുകളാണ് ഇങ്ങനെ മെറിറ്റ് സീറ്റായി നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. അതിന് നമ്മൾ അവിടെയുള്ള ടോട്ടൽ സ്കൂളുകളുടെ ബാച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ക്ലാസ്സിൽ ശരാശരി 53 കുട്ടികളാണ് വരിക. നമ്മൾ ഈ പറഞ്ഞ ഈ മാനേജ്മെൻറ്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 60ൻ്റെ മേലെയൊക്കെ ആയിട്ട് ഏറെക്കുറെ എല്ലാ ജില്ലകളിലും വരുന്നുണ്ട്. പക്ഷേ അതുപോലെ കൊല്ലത്ത് നമുക്ക് 50.36 എന്ന ശരാശരിയിലേക്ക് കിട്ടും. ഇനി പറയുന്ന കുറച്ച് ജില്ലകളിൽ ആ എണ്ണം താരതമ്യേന നമുക്ക് ഓക്കെ ആണെന്ന് പറയാവുന്ന ഡിജിറ്റുകളാണ്. അഥവാ കൊല്ലത്ത് 39.65, അതുപോലെ ആലപ്പുഴയിൽ 4, കൊല്ലമാണോ പത്തനംതിട്ടയാണോ? പത്തനംതിട്ട. കൊല്ലത്ത് നേരത്തെ പറഞ്ഞു 50.56, അതുപോലെ പത്തനംതിട്ട 39.65, ആലപ്പുഴയിൽ 41.95, കോട്ടയത്ത് 36.83, ഇങ്ങനെ ചില ജില്ലകളിലെല്ലാം ഇടുക്കിയിൽ അതുപോലെ 38.44, എറണാകുളത്ത് 46.88, ഇങ്ങനെയാണ് ഇത്തരം ജില്ലകളിലെല്ലാം കാണുന്നത്. ഇതിനെ നമുക്ക് അതായത് ഒരു ഇപ്പോൾ സർക്കാർ 50 കുട്ടികൾ വരെ മാത്രമേ ഒരു ബാച്ചിൽ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഏതാണ്ട് അതിന്റെ ചുറ്റുവട്ടത്താണ് ഇപ്പോൾ എറണാകുളത്തെ കണക്കെന്ന് നമുക്ക് പറയാം. അതെ, അത് നമ്മുടെ ഈ കോട്ടയെ സംബന്ധിച്ചാണെങ്കിൽ അതിനേക്കാൾ വളരെ താഴെയാണെന്നും പറയാം. കാരണം 36-34. അത് നമ്മുടെ ഈ സർക്കാർ ഈ വെബ്സൈറ്റിൽ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലെയും മാനേജ്മെൻറ്റ് കോട്ടയിലെയും സീറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറെക്കുറെ ഈ ജില്ലകളുടെ എല്ലാം 50 എന്ന ശരാശരിയിലേക്ക് അതിനെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് വരുന്നത്. അതുപോലെ ചില ജില്ലകളിൽ ഇപ്പോൾ എറണാകുളത്തേതൊക്കെ 60ലേക്കും എത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ മലബാർ ജില്ലയിലേക്ക് വരുമ്പോൾ ഈ ഡാറ്റയിൽ തന്നെ വലിയ ഡിസ്പാരിറ്റി കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് 57.76 നമ്മൾ മറ്റു ജില്ലകളിൽ 40 സംതിങ് പറഞ്ഞെടുത്ത് 60 അടുത്തേക്ക് വരുന്നു. അതായത് മെറിറ്റ് പ്ലസ് സ്പോർട്സ് എന്ന് പറയുന്ന ഈ 2 ഭാഗം മാത്രം ചേർത്തിട്ടുള്ള സീറ്റുകളുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് ഇതിനും ചേർക്കാതെ തന്നെ. അതുപോലെ മലപ്പുറത്ത് 60.67 വരുന്നുണ്ട്. വയനാട് 57.1, കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ 62.08, അതുപോലെ കണ്ണൂരിൽ 57.54. ഇങ്ങനെ ഒരു റീജിയണൽ ഡിസ്പാരിറ്റി നമുക്ക് ഈ ഡാറ്റയിൽ കാണാൻ പറ്റും. ഇനി വെബ്സൈറ്റിൽ നൽകിയ ഡാറ്റയിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ ഒരുപക്ഷെ വരാമെന്നല്ലാതെ ഈ ഒരു റേഞ്ച് ഡിഫറൻസ് ഏറെക്കുറെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഈ ജില്ലകളിലൊക്കെ ശരാശരി മെറിറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ബാച്ചിൽ 57 കുട്ടികൾ മിനിമം ഉണ്ടാവും. അല്ലെങ്കിൽ 57 മുതൽ 60 വരെ കുട്ടികൾ മിനിമം ഉണ്ടാവും ശരാശരി ആവറേജ്. അതില്ലാത്ത 1-2 ബാച്ചുകളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്കൂൾ. നമ്മളിത് പറയുന്നത് കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി പറയാണ്. കുട്ടികളെ അപേക്ഷിച്ച് അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ എണ്ണമല്ല, സർക്കാർ അവൈലബിൾ ആക്കിയ സീറ്റും ആകെയുള്ള ബാച്ചുകളുടെ എണ്ണം മാത്രം വെച്ചുകൊണ്ട് ഈ ഡിവിഷൻ വരാം. കുട്ടികൾ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എണ്ണം കുറയുന്നതോ മറ്റൊക്കെ വേറെ കിടക്കും. സർക്കാർ അനുവദിച്ച സീറ്റുകളുടെ അവസ്ഥ തന്നെ ഇങ്ങനെയാണ് എന്നർത്ഥം. അതേ മാർജിനൽ ഇൻക്രീസ് കൂടെ ചേർക്കുന്നതുകൊണ്ടായിരിക്കും ഈ ജില്ലകളിൽ ഇങ്ങനെ കൂടുതൽ വരുന്നത്. അതായത് ഈ അഡീഷണൽ താൽക്കാലികമായി അനുവദിക്കപ്പെട്ട ബാച്ചുകൾ അതുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം 314 ബാച്ച് അധികമായിട്ട് അനുവദിച്ചു എന്ന് പറയുന്നുണ്ട്. ചില നിലവിലുള്ള ബാച്ചുകളിൽ 10% മറ്റോ സീറ്റ് കൂട്ടിയെന്നും പറയുന്നുണ്ട്. 10% 50 നിന്നും 65 സീറ്റിലേക്ക്, അഥവാ 30% വർധനമാണ് വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മിക്കവാറും സർക്കാർ സ്കൂളിലെല്ലാം 65 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടാവും. അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ താൽക്കാലിക ബാച്ചും കൂടെ ചേർത്തതിന് ശേഷമല്ലേ ഈ പറയുന്ന നമ്മൾ ഈ കണക്ക് പറയുന്നത്? അതായത് ഒരു ബാച്ചിൽ 57 മുതൽ 60-62 വരെയുള്ള കുട്ടികൾ ഉണ്ടാവും. കഴിഞ്ഞ വർഷം അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് ഇതിലെ ഡാറ്റയെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ
ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ റീജിയണൽ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ പത്തനംതിട്ടയിൽ 34.42 അങ്ങനെ എന്തോ ഒരു കണക്കാണ് പറഞ്ഞത്. അത്തരം കുട്ടികളാണ് ഒരു ബാച്ചിൽ ശരാശരി അവിടെ ഉണ്ടാവുക. ഇവിടെ ആകട്ടെ എവിടെയാ പത്തനംതിട്ടയിൽ 39 കുട്ടികളാണ്, അല്ലെങ്കിൽ 40 കുട്ടികളാണ് അവിടെ ശരാശരി ഒരു ബാച്ചിൽ ഉണ്ടാവുക. ഇവിടെ അത് 62 57 ആണ് എന്നുള്ള ഒരു ഡിസ്പാരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ ബാച്ചുകളും കൂടുതൽ സ്കൂളുകളും അവൈലബിൾ ആവുകയും ഇവിടെ അത്രയും ബാച്ചുകളും അത് അവൈലബിൾ ആകാത്തതിൻ്റെ കൂടെ പ്രശ്നമല്ലേ? അതെ, ഈ ബാച്ച് സീറ്റില്ല എന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ കാരണം ഒരു പുതിയ ബാച്ച് കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചർ വേണം, സ്കൂളിൽ അതിനനുസരിച്ചുള്ള ക്ലാസ് റൂം വേണം, അധ്യാപകർ വേണം, ലാബ് സൗകര്യങ്ങൾ വേണ്ടി വരും. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്ലേ ഗ്രൗണ്ട് മുതൽ ഒരുപാട് സംവിധാനങ്ങളിലേക്ക് വരേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് മാർജിനൽ ഇൻക്രീസ് എന്ന പേരിൽ ഉള്ള ക്ലാസ്സിൽ കൂടുതൽ കുട്ടികളെ ഇരുത്തുക എന്നൊരു സംവിധാനം വരുന്നതുകൊണ്ടാണ് ഇവിടെ ക്ലാസ്സുകളിൽ കുട്ടികളുടെ ശരാശരി എണ്ണം കൂടുന്നത്. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം, ഒരധ്യാപകന് ഒരേ സമയം നോക്കേണ്ട കുട്ടികളുടെ അനുപാതം സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകന് 30 കുട്ടികളെ ശ്രദ്ധിക്കുന്നതും 65 കുട്ടികളെ ശ്രദ്ധിക്കുന്നതും, അല്ലെങ്കിൽ ഇനി 50 കുട്ടികളെ ശ്രദ്ധിക്കുന്നതും 65 കുട്ടികളെ ശ്രദ്ധിക്കേണ്ടി വരുന്നതിലെ ഒരു എഫിഷ്യൻസി പ്രശ്നം സ്വാഭാവികമായിട്ടും ഈ കുട്ടികളുടെ കാര്യത്തിലാണ്. അവർക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട് എന്ന സീറ്റ് കിട്ടുന്നില്ല എന്ന പ്രശ്നം പരിഹരിക്കുമ്പോഴും ക്വാളിറ്റിയെ ബാധിക്കും. അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകരാരും മാത്രമല്ല, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ ലാബ് ടൈം 39 കുട്ടികൾക്കോ 40 കുട്ടികൾക്കോ കിട്ടുന്ന ലാബ് ടൈമും 65 കുട്ടികൾക്ക് കിട്ടുന്ന ലാബ് ടൈമും തമ്മിൽ വ്യത്യാസമുണ്ടാകും. അത് ഇവരുടെ പഠന നിലവാരത്തെ ബാധിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് ഇങ്ങനെ തൽക്കാലത്തേക്ക് ബാച്ച് അനുവദിച്ച് സീറ്റുകളെല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഏരിയ നമ്മൾ മിസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. അതിന് സർക്കാർ എന്തെങ്കിലും ചില പരിഹാരങ്ങളിലേക്ക്, അതിന് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും കാരണമായി കാണാതെ പലതരത്തിലുള്ള പരിഹാരങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇതിൽ നമ്മൾ ക്വാളിറ്റിയുടെ വശം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇത് പറയുന്ന കൂട്ടത്തിൽ ആഡ് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ അധിക ബാച്ചുകൾ അനുവദിച്ചിടത്തൊന്നും പെർമനൻറ്റ് ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഗസ്റ്റ് അധ്യാപകർ വെച്ചാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് ഇത് പ്രശ്നം നേരത്തെ അറിയാവുന്ന സ്ഥിതിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇവർ ആവശ്യം വരില്ല, അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ബാധ്യത ഉണ്ടാക്കും എന്നതുപോലെയുള്ള കുറേ സാമ്പത്തികമായ കാരണങ്ങളാലായിരിക്കും മാറ്റി നിർത്തുന്നുണ്ടാവുക. ബാച്ചുകൾ കൊടുക്കാത്തതിൻ്റെയും കാരണം ഇതായിരിക്കും. ഇതെല്ലാം താൽക്കാലിക ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അനുവദിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സർക്കാർ മറ്റു ചില മാർഗ്ഗങ്ങളിലേക്ക്, ഇപ്പോൾ കോൺട്രാക്ട് ബേസിലായിട്ട് നമുക്ക് എത്ര വർഷം ഇത്തരം സിനാരിയോ നിലനിൽക്കും എന്ന് ഇപ്പോൾ തന്നെയുള്ള എൻറോൾമെൻറ്റ് ഡാറ്റകൾ വെച്ച് ഓരോ ക്ലാസ്സിലെയും ഡാറ്റ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അത് വെച്ച് ചില രീതികളിലേക്ക് പോയി കഴിഞ്ഞാൽ, അപ്പോൾ അതിന് കോൺട്രാക്ട് ബേസിൽ ഇത്ര വർഷങ്ങൾ നമുക്ക് ആവശ്യമുണ്ടാകും, അപ്പോൾ ഇത്ര അധ്യാപകരെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ, PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ കോൺട്രാക്ട് അധ്യാപകരെ നിയമിക്കുക പോലെയുള്ള കുറച്ചുകൂടെ നല്ലൊരു പരിഹാരത്തിലേക്ക് പോയി ഈ ഒരു ക്ലാസ്സിൽ 65 പേരെ ഇരുത്തുന്നതിൽ നിന്നും മാറ്റി ചില രീതികളിലേക്കൊക്കെ സർക്കാരിന് വേണമെങ്കിൽ പോകാൻ കഴിയും എന്ന് തന്നെയാണ് തോന്നുന്നത്. റൈറ്റ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. ഇത്തവണ ടോട്ടൽ SSLCക്ക് പരീക്ഷ ചെയ്ത കുട്ടികളുടെ എണ്ണം അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ ഉണ്ട്? നമുക്ക് ഈ വർഷം SSLC എഴുതിയ കുട്ടികൾ റെഗുലർ സ്ട്രീമിൽ അൺഎയ്ഡഡ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളിൽ എക്സാം ചെയ്ത കുട്ടികൾ 4,27,021 പേരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേസമയം ആകെ അവൈലബിൾ ആകുന്ന അൺഎയ്ഡഡ് ഉൾപ്പെടെയുള്ള സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ സർക്കാർ പറയുന്ന പോലെ നമുക്ക് സീറ്റുകൾ ഉണ്ടാകും, സീറ്റുകൾ സർപ്ലസ് ആയിരിക്കും, കൂടുതൽ സീറ്റ് ഉണ്ടാവും. അതേസമയം നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് മേഖലകളിലേക്ക് നോക്കുമ്പോൾ 3,61,000 നമുക്ക് 3,78,475 സീറ്റുകളായിരിക്കും അവൈലബിൾ ആകുക കഴിഞ്ഞ വർഷത്തെ ഗവൺമെൻറ് എയ്ഡഡ് സീറ്റുകൾ എണ്ണം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ചില മിസ്മാച്ച് നമുക്ക് ഈ ഫിഗറിൽ കാണാം. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇവിടെ എയ്ഡഡ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ വർഷം ഈ പ്രശ്നങ്ങൾ വരും. പിന്നെ ഈ പറയുന്ന സർക്കാർ പറയുന്ന കണക്ക് പ്രകാരം ഇപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ തന്നെ നിലനിർത്തുമെന്ന് പറയുന്ന സർക്കാർ ഡാറ്റയുടെ ബേസ് ചെയ്തുകൊണ്ടാണ്. അഥവാ ഓരോ ജില്ലകളിലും ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളുടെ ഡാറ്റ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് 54,996 സീറ്റുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ. അതെ,
അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് പ്രശ്നമുണ്ട് എന്ന് സാധാരണ പറയാറുള്ള മലപ്പുറം ജില്ലയിലാണ്. 7922 സീറ്റുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഡാറ്റയ്ക്കുള്ള ചില പ്രശ്നങ്ങൾ, ഒന്ന് അൺഎയ്ഡഡ് മേഖലയിലെ ഒഴിവുകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഡാറ്റ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ അലോട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അലോട്ട്മെൻറ്റ് രീതി 3 അലോട്ട്മെൻറ്റാണ് നമ്മൾ മെയിൻ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്നത്. ഈ 3 അലോട്ട്മെൻറ്റ് പൂർത്തിയായ ശേഷം നടക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ക്ലാസ്, ഈ മെയിൻ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ക്ലാസ് ആരംഭിക്കും. അപ്പോൾ ഈ ക്ലാസ് ആരംഭിച്ചതിന് ശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് കുട്ടികൾ സ്വാഭാവികമായിട്ടും പാനിക്കാവും. കാരണം എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആളുകൾ ചോദിക്കും അതിന് അഡ്മിഷൻ എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ രക്ഷിതാക്കൾ സ്വാഭാവികമായും അവനെവിടെയെങ്കിലും ഒന്ന് അഡ്മിഷൻ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +2 നിർബന്ധം പഠിപ്പിക്കണമെന്നൊരു മൈൻഡ് സെറ്റ് കൂടെ നമ്മളെ പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ അവർ അവൈലബിൾ ആകുന്ന മറ്റു ഫെസിലിറ്റീസിലേക്ക്, ഒന്നുകിൽ അൺഎയ്ഡഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ എൻട്രൻസ് കോച്ചിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട്, അപ്പോൾ അവർ +2 +1 ക്ലാസ്സുകളൊക്കെ അവർ സ്കൂൾ കേരള പോലെയുള്ള സംവിധാനങ്ങൾ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അവരുടെ ഒരു എൻട്രൻസ് ആയിരിക്കും അവരുടെ ഒരു ഫോക്കസ് ഏരിയ. അപ്പോൾ അതിനെ പ്രിഫർ ചെയ്യുന്ന, അതിലേക്ക് തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ അതിലേക്ക് പോകണം, പ്രശ്നമൊന്നുമില്ല. അതേസമയം ഇങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് ഇനി വേറെ നിവൃത്തിയില്ല, ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ മറ്റുമൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിലും അവർക്കത് കാത്തു നിൽക്കാൻ ഒരു സാമൂഹിക സമ്മർദ്ദം മൂലം പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള പലയിടങ്ങളിൽ നമുക്കതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രധാന കോച്ചിങ് സെൻറ്ററുകളിലേക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ബസ്സുകളുടെ എണ്ണം നമുക്ക് പല സ്ഥാപനങ്ങളും ബസ്സിൻ്റെ എണ്ണം നമ്പർ ഇങ്ങനെ ബസ്സിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയാൽ തന്നെ നമുക്ക് എത്രമാത്രം കുട്ടികൾ ഇവിടെയെല്ലാം പോകുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ പോകേണ്ടി വരുന്ന കുട്ടികൾ ഒരു വശത്ത് ഈ എണ്ണത്തിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഈ അഡീഷണൽ ബാച്ചുകളൊക്കെ കഴിഞ്ഞ വർഷം പോലും അനുവദിച്ചത് ക്ലാസ് തുടങ്ങി 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. നമുക്കൊരു അക്കാദമിക് ഇയറിൽ എത്ര ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയും കാലം കുട്ടികൾ എവിടെയും ഇല്ലാതെ അനിശ്ചിതത്വത്തിൽ തുടരില്ല എന്നത് സ്വാഭാവികതയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഡാറ്റയിൽ കുട്ടികൾ അവിടെ വരുന്നില്ല എന്ന് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഈ പ്രശ്നം നിലനിൽക്കില്ല എന്ന് പറയുന്നതിൽ ഡാറ്റ അനുസരിച്ച് ശരിയായിരിക്കുമെങ്കിലും അതിലൊരു നൈതികമായ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് പരിഹരിക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടെ സർക്കാർ കൊണ്ടുവരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ നിർബന്ധമായും താൽക്കാലികമായി ചേരുന്ന രീതി ഒഴിവാക്കി നിർബന്ധപൂർവ്വം അഡ്മിഷൻ എടുക്കുകയും തേർഡ് അലോട്ട്മെൻറ്റിൽ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ബാക്കി വരുന്ന സീറ്റുകൾ കൊടുക്കുന്ന പോലെ തേർഡ് അലോട്ട്മെൻറ്റ് ആ രീതിയിലേക്ക് മാറ്റുകയും ചെയ്താൽ ഒരു പരിധിവരെ അതിലെ ചില പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അത് ഇപ്പോൾ 2 ജില്ലകളിൽ ടെമ്പററി ആയിട്ട് കൊടുത്ത ആളുകളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഫിക്സ് ചെയ്യും, മറ്റിടത്തുനിന്ന് ആരുടേത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സീറ്റുകൾ ബാക്കി വരുന്നത്. അതുപോലെ ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ, ഞാൻ അതിലേക്ക് വരാൻ പോകുമായിരുന്നു. ഈ കമ്മ്യൂണിറ്റി കോട്ട നമ്മൾ നേരത്തെ ഈ മെറിറ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടാണ് കണക്കാക്കിയത്. ഈ കമ്മ്യൂണിറ്റി കോട്ട തന്നെ അതിലെ അഡ്മിഷൻ പ്രോസസ്സിൽ തന്നെ ചില മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതെന്തുകൊണ്ട് അഡാപ്റ്റ് ചെയ്യാത്തത്? അതായത് ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നൊരു കാര്യം അത് നമ്മുടെ ഏകജാലകം സംവിധാനത്തിലേക്ക് സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരണം എന്നാണ്. അങ്ങനെ പക്ഷേ സർക്കാർ എന്തൊക്കെയോ കാരണങ്ങളല്ല അത് അനുവദിക്കുന്നില്ല. ഈ വർഷവും അത് സെപ്പറേറ്റായി സ്കൂളുകളിൽ തന്നെ നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം, ഈ അഡ്മിഷൻ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാവുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ കോട്ടയിലൂടെ കമ്മ്യൂണിറ്റി കോട്ടയിലൂടെ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കുകയും സീറ്റ് ഉറപ്പിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് അവിടെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും അർഹതപ്പെട്ട കുറച്ചുകൂടെ ഈ കുട്ടി മെറിറ്റ് സീറ്റിൽ എടുത്തിരുന്നെങ്കിൽ താഴെയുള്ള വേറൊരു കുട്ടിക്ക് ആ കമ്മ്യൂണിറ്റിയുള്ള കുട്ടിക്ക് സീറ്റ് കിട്ടുമായിരുന്നല്ലോ. നമ്മൾ സാധാരണ ഈ കമ്മ്യൂണിറ്റി കോട്ട കൊടുക്കുന്നതിന് താല്പര്യം റിസർവേഷൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് ആ സാഹചര്യങ്ങൾ കൊണ്ട് മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാതിരുന്നെങ്കിൽ അവർക്കൊരു അവസരം കിട്ടുക എന്നുള്ള ഒരു സിദ്ധാന്തം വെച്ചിട്ടാണല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് നിലവിൽ നടക്കുന്ന ഒരു പ്രോസസ്സിൽ സംഭവിക്കുക. കാരണം കുട്ടികൾ നേരത്തെ അവരിഷ്ടപ്പെടുന്ന പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്കൂളാണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ മറ്റോ എന്തോ കാരണവശാൽ സീറ്റ് കിട്ടാതെ പോയ കുട്ടിയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആ കമ്മ്യൂണിറ്റി സീറ്റിൽ മെറിറ്റിൽ കിട്ടുമായൊരു കുട്ടി തന്നെ അഡ്മിഷൻ എടുക്കുന്നുണ്ടാവും. അപ്പോൾ താഴെ വരുന്ന ചില കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാം. പിന്നെ ഈ കുട്ടികൾക്ക് അവർ മെയിൻ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് അവർ മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് സ്കൂൾ ട്രാൻസ്ഫർ പോലെയുള്ള മറ്റ് കാര്യങ്ങളിലെല്ലാം സാങ്കേതികമായി പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ അതിനെ നമ്മൾ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് തന്നെ കൊണ്ടുവരികയും ഇങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ
അഡീഷണൽ ആയിട്ട് നമ്മുടെ മെയിൻ അലോട്ട്മെൻറ്റ് എന്നത് 3 അലോട്ട്മെൻറ്റ് ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ അതിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു അലോട്ട്മെൻറ്റ് കൂടെ, ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ചുകൊണ്ടോ മറ്റോ കൊണ്ടുവന്നുകൊണ്ട് ഒരു 4ാമത് അലോട്ട്മെൻറ്റ് കൂടെ കൊണ്ടുവന്നുകൊണ്ടോ ഒക്കെ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിച്ചാൽ ഒരു ഇങ്ങനെയുള്ള ചില സീറ്റുകളിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ അവസാന സമയത്ത് ബാച്ചുകൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഈ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന് അവൈലബിൾ ആണ്. അത് നേരത്തെ തന്നെ അനുവദിക്കുകയാണെങ്കിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റ് മുതൽ തുടങ്ങുകയാണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോഴുള്ള പ്രശ്നം നമ്മൾ ഈ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കും അത്ര കാര്യക്ഷമമായിരിക്കില്ല. കാരണം ഒരു കുട്ടിക്ക് ഒരു ഹയർ സെക്കൻഡറി 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണ്, അവന് ബസ്സിൽ പോയി ആ ജില്ലയിലാണ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ നാട്ടിലെ സ്കൂളിൽ പോവുക എന്നതിൽ പ്രായോഗികമായ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഒരു നിയർ ബൈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക, അവർ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളിൽ അഡ്മിഷൻ കിട്ടുക എന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ വരണം. അതില്ലാത്തത് കൊണ്ടുകൂടെ സംഭവിക്കുന്ന ഇപ്പോൾ ഒരു റിമോട്ട് ലൊക്കേഷനിൽ സാധാരണ ഇതിൽ ബസ്സിന് പോയി വരാൻ പറ്റാത്ത ദൂരങ്ങളിൽ ഒക്കെ സീറ്റ് അനുവദിച്ചുകൊണ്ട് അവിടെ ബാക്കിയുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ കുട്ടിക്ക് അവിടെ പോകാൻ കഴിയില്ല. സാങ്കേതികമായി അവിടെ സീറ്റ് ഒഴിഞ്ഞെടുക്കും, ഈ കുട്ടിക്ക് സീറ്റ് കിട്ടുകയും ചെയ്യില്ല എന്നൊരു പ്രശ്നം അതുകൊണ്ടുകൂടെ. പക്ഷേ ലിസ്റ്റ് ചെയ്തപ്പോൾ ഈ അലോട്ട്മെന്റ് ലിസ്റ്റിൽ വരുമ്പോൾ ഈ കുട്ടിക്ക് അവിടെ ഓപ്ഷൻ അവൈലബിൾ ആണ്, കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കിട്ടാം. പക്ഷേ ഇവർക്ക് പ്രാക്ടിക്കലി അവിടെ പോയി വരാൻ പോസിബിൾ ആവില്ല. കാരണം നമ്മൾ അവരെ പ്രായം കൂടെ കാണണം. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കൊക്കെ കൂടുതൽ പ്രയാസമായിരിക്കും, ആൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും. റൈറ്റ്. എന്തായാലും SSLC പരീക്ഷാഫലം വരികയും +1 പ്രവേശന നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇത്തവണത്തെ സിനാരിയോ എന്താണ്, കഴിഞ്ഞ തവണ അനുവദിച്ച താൽക്കാലിക ബാച്ചുകൾ ഇത്തവണയും തുടരുന്നുണ്ടോ ഇല്ലയോ, തുടരും എന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് വരുന്ന സൂചനകളൊക്കെ, അങ്ങനെ തന്നെയാണോ ഇല്ലയോ, ആ ബാച്ചുകൾ കൂടി ചേർത്തിട്ടാണോ ഇത്തവണ അലോട്ട്മെൻറ്റ് തുടങ്ങുന്നത്, അതോ കഴിഞ്ഞ തവണത്തെ പോലെ അലോട്ട്മെൻറ്റ് തുടങ്ങി ഈ തർക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ ഈ ബാച്ച് അനുവദിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഒരുപക്ഷെ ഈ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുക. ബട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ചൂണ്ടിക്കാണിച്ച സാമൂഹ്യമായ കാരണങ്ങൾ, ഈ കേവലം ഇതിൻ്റെ സീറ്റിൻ്റെ അവൈലബിലിറ്റി, അപേക്ഷകരുടെ എണ്ണം, അപേക്ഷിച്ചതിന് ശേഷം പ്രവേശനം കിട്ടിയവരുടെ എണ്ണം, അങ്ങനെ താരതമ്യപ്പെടുത്തുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ, ഈ കണക്ക് പറയുന്നതിനപ്പുറത്ത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം സാർവത്രികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ ഈ ഹയർ സെക്കൻഡറി മേഖല ആവശ്യപ്പെടുന്നുണ്ട്. അത് ഇനിയും വൈകുന്നത് കൂടുതൽ അതൃപ്തിയായിരിക്കും ഉണ്ടാക്കുക. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.